ഒരു കമ്പനി പോലും കൊടുക്കാത്ത ഏറ്റവും കൂടുതൽ റീറ്റെയിൽ പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് നമ്മളെ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ പ്രമുഖന്മാരായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ DB ആനന്ദ് അറിയണം. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഒക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ കൂടുതൽ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനും ഈ കമ്പനിയെ കുറിച്ച് പഠിക്കാനും കമ്പനിയുടെ സാധ്യതകളെ കുറിച്ച് പഠിക്കാനും ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് എനിക്ക് ഒരു കുന്തം അറിയില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ വന്ന് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിച്ച സമയത്ത് ഡയറക്ട് സെല്ലിംഗ് 90 വർഷം മുന്നേ നമ്മളെ ഇന്ത്യ ലോകത്തുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. അങ്ങനെ ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് നമ്മളെ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച സമയത്ത് ഇന്ത്യയിൽ തന്നെ അതിശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന നമ്മളെ കമ്പനി. ഈ കമ്പനിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ടതിൽ നമ്മൾ ദൈവത്തിനോട് എന്ത് ചെയ്യണം, സ്തുതി അർപ്പിക്കുക. കാരണം നമ്മളെയൊക്കെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു കമ്പനിയിൽ വന്നപ്പെട്ടിട്ടുണ്ടാവാം. കാരണം ഞാൻ ഒരിക്കലും ഈ ഒരു ബിസിനസ് ചെയ്യുന്നോ ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നോ ഒരിക്കലും പ്രതീക്ഷിച്ച വ്യക്തി പോലും അല്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ചിലപ്പോൾ എന്റെ വീട്ടുകാരെ പ്രാർത്ഥന ആയിരിക്കാം. കാരണം ഞാൻ പഠിച്ചത് വേറെ മേഖല, ഞാൻ പറഞ്ഞു CMA ഒരു അക്കൗണ്ട്സ് മേഖലയാണ് പഠിച്ചത്. കാരണം ഞാൻ അതിലേക്ക് പോയി നാളെ ഭാവിയിൽ ഒരു അക്കൗണ്ടന്റായി ആ രീതിയിൽ നമ്മളെ ലൈഫ് പോവാ എന്ന് വിചാരിച്ച സമയത്താണ് ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. എന്ന് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലൊന്നും ഔട്ട്ലെറ്റ് ഇല്ല. നമ്മൾ കണ്ണൂർ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാൻ. അന്ന് കണ്ണൂരാണ് മെയിനായിട്ട് ഔട്ട്ലെറ്റ് ഉള്ളത്. ആ സമയത്ത് പിന്നെ ലീഡേഴ്സ് നമുക്ക് അത്രയും എഫോർട്ട് എടുത്തു. ഒരു മാസം ചിലപ്പോൾ 2-3 ദിവസമൊക്കെ വരുമല്ലോ, നാട്ടിലേക്ക് എത്തുള്ളായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ കണ്ണൂര് വരെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ മീറ്റിങ്ങിനും പ്രോഗ്രാമിനൊക്കെ പോയി. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്റെ കരിയർ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ള ഒരു RTP എന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാരണം വയനാട് ജില്ലയിൽ വെച്ചിട്ട് ഒരു 3 ദിവസം അന്ന് നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഈ RTP എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ പോലും എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു റിയൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ RTP എന്ന സെക്ഷനിലൂടെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. കാരണം അന്ന് RTP എടുക്കാൻ വന്ന ലീഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് പ്രസാദ് സാർ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇന്ന് GTC റാങ്കിൽ നിൽക്കുന്ന MS പ്രസാദ് സാറ്, അതുപോലെ ഇന്ന് GTC റാങ്കിൽ നിൽക്കുന്ന ശ്രീജിത്ത് സാറ്, അതുപോലെ ഇന്ന് WTC റാങ്കിൽ നിൽക്കുന്ന സത്യൻ സാറ്. അപ്പൊ ഇവരൊക്കെയാണ് അന്ന് ഈ ഒരു RTP എന്ന സെക്ഷൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെയൊക്കെ എക്സ്പീരിയൻസും അവർ വന്ന വഴികളും അവർക്ക് ഈ ബിസിനസ്സിൽ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു വ്യക്തിക്കും ഈ ബിസിനസ്സിൽ പല കാര്യങ്ങളിലും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡന്റ് എനിക്ക് ഈ RTP എന്ന സെക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ എന്താണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, ഈ RTP കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്ത് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം അന്നത്തോടു കൂടി ഈ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ലക്ഷങ്ങളല്ല കോടികൾ സമ്പാദിക്കാൻ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് തിരിച്ചറിഞ്ഞു. കാരണം നമ്മൾ എവിടെ പോയാലും ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ 10 അല്ല 100 അല്ല, നമുക്ക് എത്ര വേണമെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡന്റ് ഈ RTPയിലൂടെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നല്ലൊരു തീരുമാനം എടുത്തു. തുടക്ക സമയത്ത് ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് 1 കൊല്ലം കൊണ്ടാണ് ഞാൻ ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്ക് ആയത്. കാരണം എന്താണെന്ന് അറിയില്ല, മെല്ലെ എന്താ പറയാ, ചിലപ്പോ 10 ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 2 ആള് വന്നു. ആ രീതിക്ക് മെല്ലെയാണ് ബിസിനസ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അപ്പുറമൊക്കെ 2 ആള് 3 ആളൊക്കെ വന്ന സമയത്ത് 1 കൊല്ലം നമ്മൾ TCM റാങ്ക് പിടിക്കാൻ കുറെ സമയം എടുത്തു. പക്ഷെ ഈ 1 കൊല്ലം എന്നുള്ളത് എന്റെ ഈ ബിസിനസ്സിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കണക്കാക്കി. കാരണം എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ 1 കൊല്ലം ഞാൻ എടുത്ത എക്സ്പീരിയൻസ് ആണ് എന്റെ അടുത്ത റാങ്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ഒരു 4 മാസം കൊണ്ട് ATC റാങ്ക് ആവാനും, അടുത്തൊരു 4 മാസം കൊണ്ട് DTC റാങ്ക് ആവാനും, അടുത്തൊരു 6 മാസം കൊണ്ട് ZTC റാങ്ക് ആവാനും, അടുത്തൊരു 3 മാസം കൊണ്ട് STC റാങ്ക് ആവാനും സാധിച്ചിട്ടുണ്ട്. അപ്കമിങ് RTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു 1-2-3 മാസത്തിനുള്ളിൽ തന്നെ RTCയും
ചുരുങ്ങിയ പ്രായത്തിൽ 10-25 വയസ്സിന്റെ ഉള്ളിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയും അതിൽ കോൺഫിഡന്റോട് കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളും നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിലേക്കും എത്തും. അതിനൊരു സംശയമല്ല. അതിന് നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനം, നമ്മൾ എടുക്കുന്ന എഫോർട്ടും ആണ് നാളെ നമുക്ക് നമ്മളെ വിജയം കൊണ്ടുതരും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതിന് പണ്ടത്തെ പോലെയല്ല, നമ്മളെ 10 വർഷം മുന്നേ നമ്മൾ ലീഡേഴ്സ് ഒക്കെ തുടങ്ങിയ സാഹചര്യം പോലെയല്ല നമ്മൾ ഇന്നത്തെ സാഹചര്യം. കാരണം ഇന്ന് തുടങ്ങിയ വ്യക്തി സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിന്റെ അത്ര എക്സ്പീരിയൻസ് ഇപ്പൊ വേണമെന്നില്ല. അവര് 10 വർഷം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമയത്ത് ഇന്ന് തുടങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 വർഷം കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ തുടക്ക സമയത്ത് വീട്ടുകാരെ ആശ്രയിച്ച് മുന്നോട്ട് പോയ സമയത്ത് എല്ലാത്തിനും വീട്ടുകാരുമാണ്. ഒരു കോളേജ് പോകാനാണെങ്കിലും എന്തിനാണെങ്കിലും വീട്ടുകാരിൽ നിന്ന് 50 രൂപ വാങ്ങിയിട്ട് വേണം നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഇതിലൂടെ റീറ്റെയിൽ, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇന്ന് ഒരു കമ്പനി പോലും കൊടുക്കാത്ത ഏറ്റവും കൂടുതൽ റീറ്റെയിൽ പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് നമ്മളെ ഈ ഒരു മൈ ലൈഫ് സ്റ്റോർ മാർക്കറ്റിംഗ് ആണ്. കാരണം മറ്റൊരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമ്മളെ പുറത്തുണ്ടെങ്കിൽ പോലും ഇത്ര അധികം റീറ്റെയിൽ പ്രോഫിറ്റ്, ഇപ്പൊ നമ്മളൊരു 95 കൊടുക്കുന്ന പ്രോഫിറ്റ് തന്നെ എല്ലാവർക്കും ശ്രദ്ധിച്ചറിയാം. 10-90 ഉറുപ്പിയോളം നമ്മളൊരു 95 പ്രോഫിറ്റ് ഉണ്ട്. തുടക്ക സമയത്ത് നമുക്കിത് സംസാരിച്ചുകൊണ്ട് ഒരു ദിവസത്തെ സാധാരണക്കാരന്റെ കൂലിയുടെ ഒരു 3-4 മടങ്ങ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, ഒരുപാട് ചിലപ്പോൾ പുതിയ വ്യക്തികൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ റീറ്റെയിൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് റീറ്റെയിൽ ചെയ്യുക. പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നല്ല രീതിക്ക് റീറ്റെയിൽ ചെയ്തുകൊണ്ട് നല്ലോണം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു സുവർണ അവസരമാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റോർ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ എന്റെ ടീമിൽ തന്നെ ഒരു ലേഡി ഉണ്ട്, റീന എന്ന് പറയും. കാരണം ഒരുപാട് വർഷത്തെ ഒരു ശ്വാസമുട്ടലും അലർജിയും ആസ്മയും ഒക്കെ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു ലേഡി ആയിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ, ഒരുപാട് മെഡിക്കൽ കോളേജിലായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി മരുന്നുകൾ കഴിച്ചിട്ടും റിസൾട്ട് കിട്ടാത്തൊരു സമയത്ത് നമ്മളെ പ്രൊഡക്റ്റ്, നമ്മളെ കമ്പനിയിലെ കവച ബ്രഷും ആശ്വാസും 95ഉം കഫ്നിലും ഒക്കെ ഉപയോഗിച്ച സമയത്ത് 3-4 മാസം കൊണ്ട് അവര് പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി കിട്ടാത്ത റിസൾട്ട് നമ്മളെ കമ്പനിയിലെ ഈ ഗവൺമെന്റിന്റെ ആയുഷ് പ്രീമിയം കിട്ടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആ അലർജി ആസ്മ എന്നുള്ള പ്രശ്നം മാറി കിട്ടിയപ്പോ ആ വ്യക്തിക്ക് ഉണ്ടായ കോൺഫിഡന്റും ആ വ്യക്തിക്ക് ഉണ്ടായ ആ ഒരു സന്തോഷം, ഇന്ന് അദ്ദേഹം 1.5 വർഷം കൊണ്ട് 10-15 ലക്ഷം രൂപയുടെ പുറത്ത് റീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തി മാത്രം എന്റെ ടീമിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് സ്വയം, നമുക്ക് എല്ലാവർക്കും ബിലീഫാണ് വേണ്ടത്. ബിലീഫ്, നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആരോട് നമുക്ക് ധൈര്യപൂർവ്വം കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ബിലീഫ് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മൾ തുടക്ക സമയത്ത് ചെയ്യേണ്ടത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ആദ്യം ബിസിനസ്സിലേക്ക് മണ്ടിപ്പാരും ചിലപ്പോൾ വരണമെന്നില്ല. ചില ആളുകൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി വരുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെ എന്റെ ടീമിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞ റീന എന്നൊരു വ്യക്തി. അദ്ദേഹം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി വന്നാണ്. ഇന്ന് ആ വ്യക്തി തന്നെ എന്റെ ടീമിൽ 100ഓളം 95 നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, 95 എന്ന പ്രൊഡക്റ്റ്. ഈ 100ഓളം 95 എന്തുണ്ട് ആ വ്യക്തിന് കൊടുത്തിട്ടുണ്ട്. ആ 100 95 റീറ്റെയിൽ ചെയ്യണേ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം അദ്ദേഹം കൂടുതലായിട്ടൊന്നും സംസാരിക്കണില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് കിട്ടിയ പരിഹാരം ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ അയൽവക്കത്തും വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ സംസാരിച്ച് അങ്ങനെ മാർക്കറ്റ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം റീറ്റെയിൽ കൊണ്ട് മാത്രം നല്ല ടേൺ ഓവർ ഉണ്ടാക്കി അപ്കമിങ് സെറ്റീസ് റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഡിയർ ലീഡേഴ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല്, നമുക്ക് എല്ലാവർക്കും തുടക്ക സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മടി എന്നുള്ള സാധനം. കാരണം ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ച സംഭവമാണ് മടി. കാരണം എനിക്ക് ഒന്നാമത് ഞാൻ വലിയൊരു പ്രൊഫഷനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധനം വിൽക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര മടിയുള്ള സംഭവമായിരുന്നു. കാരണം ഇത് ഒരാളോട് പറയുമ്പോ ആളുകൾ നമ്മളെ എങ്ങനെ വിചാരിക്കുക, സാധനം വിറ്റ് നടക്കുന്ന ആളല്ലേ, പിന്നെ ഇവന് വേറെ പണിയൊന്നും ഇല്ലാത്ത കൊണ്ട് ചെയ്യണ മേഖലയാണോ, അപ്പൊ അങ്ങനെ ആളുകൾ പലതും പറയും എന്നുള്ള മടി ഒരു സംഭവം നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെയാണ് എന്നോട് ലീഡേഴ്സ് പറഞ്ഞത്, സാറേ ആളുകൾ പലതും പറയും, ഈ ആളുകൾ പലതും പറിച്ചിട്ട് കേട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നല്ല സാറേ, നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ള ഒരു വാക്ക് എന്റെ ലീഡേഴ്സിന്റെ വാക്കിൽ നിന്ന് കേട്ടപ്പോ അതിന്റെ ഉള്ളിൽ തറച്ചുപോയി.
കാരണം സത്യമാണ്. കാരണം നമ്മൾ മടിയും ഉളുപ്പും വെച്ച് നമ്മൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല എന്നുള്ള എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ശക്തമായി പ്രവർത്തിച്ചു. പറയുകയാണെങ്കിൽ ഈ മടി ഉളുപ്പ് എന്നുള്ള സാധനം എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ വലിച്ചെറിഞ്ഞ സമയത്താണ് എനിക്കിന്ന് പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത്. തുടക്ക സമയത്ത് രണ്ടാളുകളോട് സംസാരിക്കാൻ പോലും എന്തെങ്കില്ല മടിയായിരുന്നു. കാരണം അവരെന്തേലും പറയോ, അവരെന്തേലും ചോദിക്കോ, അവർ കളിയാക്കോ, അങ്ങനെ പല തെറ്റിദ്ധാരണകൾ കൊണ്ട് തുടക്ക സമയത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ലീഡേഴ്സിന്റെ ഈ ഒരു വാക്ക് കേട്ട് ഞാൻ എന്റെ ഉളുപ്പും മടിയും മാറ്റിയതിനു ശേഷം ഇന്ന് 2 അല്ല 10 അല്ല 100 ആളുകളോടും ഇന്ന് സംസാരിക്കാനുള്ള കോൺഫിഡന്റ് കിട്ടി. കാരണം അത് ഈ ഒരു ബിസിനസ് തന്നെയാണ്. കാരണം ഇവിടെ കുറെ പണം ഉണ്ടാക്കുക എന്നതിലുപരി ഇന്ന് 4 ആളുകളോട് സംസാരിക്കാനുള്ള സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് നമ്മളെ മൈ ലൈഫ്സിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റി മാറിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം തുടക്ക സമയത്ത് ലീഡേഴ്സ് ഒക്കെ പറയും, സാറേ നിങ്ങൾ സ്റ്റേജ് കയറി സംസാരിക്കാറ്. കാരണം എനിക്ക് പേടിയാണ്, കൈയും കാലും മുട്ടൊക്കെ വരയ്ക്കണ പല സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ എങ്ങനെങ്കിലും വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ആ പേടിയൊക്കെ മാറ്റി 4 ആളെ മുന്നിൽ സംസാരിച്ചപ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡന്റ് കിട്ടി. ഒരു 10 ആളെ മുന്നിൽ സംസാരിച്ച് കോൺഫിഡന്റ്, പിന്നെ 100 1000 അങ്ങനെ 2000 5000 കണക്കിന് ആളുകളെ വേദിയിൽ നിന്ന് പോലും സംസാരിക്കാനുള്ള കോൺഫിഡന്റ് എനിക്ക് കിട്ടിയത് നമ്മുടെ ഈ ഒരു മൈ ലൈഫ് എന്നൊരു കമ്പനിയാണ്. എന്ന് പറയുകയാണെങ്കിൽ ഒരു മാസം 2.5 ലക്ഷം റുപ്യോളം വരുമാനം ഈ ബിസിനസ്സിലൂടെ എനിക്ക് എന്ത് ചെയ്തു നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ 1,30,000 രൂപയോളം ഒരാഴ്ച വരുമാനം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ STC റാങ്കിൽ നിന്ന് കഴിഞ്ഞ 2 മാസം തുടർച്ചയായിട്ട് പെർഫോമൻസ് ബോണസ് എന്ത് ചെയ്തിട്ടുണ്ട് അടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ ഇനിഷ്യേറ്റീവ്, ഓരോ എന്താ പറയാ, നമ്മൾ എടുക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് എന്തുള്ളൂ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഉഴപ്പി നിന്ന് കഴിഞ്ഞാല് നമ്മളെ കൂടെ വരുന്ന ആരും എന്തെയില്ല, പിന്നെ അച്ചീവർ ആവൂല. കാരണം ഞാൻ എന്റെ നേട്ടത്തിന് വേണ്ടി ഓടിയ സമയത്ത് എനിക്ക് എന്റെ നേട്ടം മാത്രമല്ല അവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം എന്റെ കൂടെ വന്ന DTC ആയാലും TC ആയാലും പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഇവരുടെ അക്കൗണ്ടിലേക്കൊക്കെ വരുമാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇന്ന് ഒരു മാസം അത്രയും 2.5 ലക്ഷം റുപ്യ വരുമാനം വാങ്ങിയത്. അന്നിന്റെ കൂടെ വന്ന ആളുകൾക്ക് 1 ലക്ഷം റുപ്യന്റെ പുറത്ത് വരുമാനം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ 50,000 വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, 21,000 വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മളെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്നതിനുപരി നമ്മളെ കൂടെ വന്ന നമ്മളെ കൂടപ്പുറപ്പുകളെ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത് അവരെ എന്തെന്ത് ചെയ്യാം ഒരു ബിസിനസ് മാൻ ആക്കിയിട്ട് മാറ്റുന്ന വലിയൊരു അവസരമാണ് നമ്മുടെ മൈ ലൈഫിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി. കാരണം നമുക്ക് 5 കൊല്ലം 10 കൊല്ലം മുന്നത്തെ സാഹചര്യമല്ല ഇപ്പൊ നിലവിലുള്ളത്. ഗവൺമെന്റ് നിയമസാധ്യതകൾ കൊണ്ടുവന്നു. കാരണം ഡയറക്ട് സെല്ലിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ മാർഗരേഖ കൊണ്ടുവന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് ഏതൊരു വ്യക്തിക്കും ധൈര്യപൂർവ്വം നമുക്ക് ആരോട് സംസാരിക്കാൻ പറ്റിയ സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് നമ്മളെ ലീഡേഴ്സ് ഒക്കെ എടുത്ത സമയമൊന്നും ഇന്ന് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പോലും നമുക്ക് എന്തില്ല ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് എല്ലാ ജില്ലകളിലും കമ്പനി GTSകളാണ്. നമുക്ക് പുതിയ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കമ്പനി പുതിയതായിട്ട് പിന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 1-2 മാസം ആയിട്ട് 10ഓളം പ്രൊഡക്റ്റുകൾ കമ്പനി പുതിയതായിട്ട് നമുക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ കമ്പനിയുടെ പിന്നെ പുതിയ അടുത്തൊരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2030 ആവുമ്പോ തന്നെ 1000കണക്കിന് പ്രൊഡക്റ്റുകൾ കമ്പനി ഇറക്കും എന്നുള്ള ഒരു മിഷനാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ കമ്പനിയുടെ MD പ്രവീൺ ചേച്ചന്റെ നമ്മളെ നെക്സസ് എന്ന പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാമിന് വന്ന സമയത്ത് ചിലപ്പോ എല്ലാവരും ഈ മീറ്റിംഗിൽ ഉള്ള ആളുകൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അന്ന് നമ്മളെ MD പറഞ്ഞതാണ് 2030 ആവുമ്പത്തിന് 1000 പ്രൊഡക്റ്റുകൾ നമ്മളെ മൈ ലൈഫ് എന്ന കമ്പനി ഇറക്കും. കാരണം ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് ഓരോ സാധനങ്ങള് വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഈ സാധനങ്ങളൊക്കെ നമ്മളെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റ് ആയിട്ട് നാളെ നമ്മൾ എന്ത് ചെയ്യും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യും BV കയറി വരുമാനം കിട്ടേണ്ട സാഹചര്യം വരും. അതേപോലെ നാളെ എണ്ണ അടിക്കുന്ന സമയത്ത് നാളെ നമ്മളെ കമ്പനി MD പറയാണ് പിന്നെ ഒരു പെട്രോൾ കമ്പനി ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെ എണ്ണ അടിക്കുന്ന സമയത്തും നമ്മളെ അക്കൗണ്ടിലേക്ക് വരുമാനം കയറേണ്ട സാഹചര്യം ഇപ്പൊ നിലവില് പിന്നെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇത്രയും അനുകൂലമായ സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഈ ബിസിനസ് അവസരം എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഏതൊരു സാധാരണക്കാരനും നമ്മുടെയൊക്കെ വിജയിച്ച ലീഡർമാരെടുത്ത് 5 വർഷം 10 വർഷമാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ലൈഫിൽ വലിയ കോടീശ്വരനാകാൻ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇതിലേക്ക് നമ്മൾ വന്നുപെട്ടിട്ടുള്ളത്. കാരണം ചിലപ്പോ ആദ്യം വന്ന് നമ്മൾ ചിലപ്പോ പെടുകയായിരിക്കും.
പക്ഷെ ഈ പെട്ടത് നമ്മൾ ഒരിക്കലും പെടുക എന്നതിലുപരി രക്ഷപ്പെടാൻ പറ്റിയ വലിയൊരു അവസരമാണ് എനിക്ക് ഇന്നെതിരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ബിസിനസ്സിൽ ഇങ്ങനെ അച്ചീവർ ആവുന്നോ ഇത്ര ആളുകൾ ഉണ്ടാവുന്നോ ഒരിക്കലും പ്രതീക്ഷയല്ല. ഇന്ന് 2 ആളുകളിലൂടെ തുടങ്ങിയ ബിസിനസ് ഇന്ന് ആയിരക്കണക്കിന് നെറ്റ്വർക്കിലേക്ക് ഇന്ന് കൈമാറാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്ന് 2 കോടിക്ക് അർപ്പിച്ച് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് അധ്വാനിച്ച് 2.25 ലക്ഷം റുപ്യന്റെ ഒരു വണ്ടി, ഒരു ബുള്ളറ്റ് ഈ ബിസിലൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ഐഫോൺ ഈ ബിസിലൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ അതിന് മുന്നേ ഒരു സാംസങ്ങിന്റെ ഒരു ഫോൺ ഈ ബിസിലൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫാദറിന് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗോൾഡ്, ഒരു കൈച്ചൈൻ ഈ ബിസിലൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അടുത്തതായിട്ട് ഈ 10-25 വയസ്സെന്ന പ്രായത്തില് എന്റെ കുടുംബത്തിൽ ആരും നേടിയെടുക്കാൻ പറ്റാത്ത ഒരു നേട്ടമാണ് ഞാൻ അടുത്തതായിട്ട് നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത ഒരു ഇലക്ട്രിക് വെഹിക്കിള്, ഒരു കാറ് ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം തുടക്ക സമയത്ത് എന്റെ കുടുംബക്കാരും എന്റെ അയൽവക്കക്കാരും എന്താ പറയുക ഫാമിലി എന്നായിരുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാമിലിക്ക് ഉള്ള ഒരു മധുര പ്രതികാരം ഞാൻ ഈ ബിസിനസ്സിലൂടെ എന്റെ അച്ചീവ്മെന്റ്സിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് എന്റെ ഫാമിലിയിൽ നെഗറ്റീവായി നിൽക്കുന്ന പല ആളുകളെയും ഞാൻ പോസിറ്റീവ് ആക്കി എന്റെ താഴെ ഐഡിയ എടുപ്പിക്കുന്ന രീതിയിൽ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഓൾറെഡി എന്റെ മാറ്റങ്ങൾ കണ്ട് പല ആളുകളും ഇപ്പൊ ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന പല സാഹചര്യങ്ങളും ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഇപ്പൊ നിലവില് ഞാൻ പോയിക്കൊണ്ടിരിക്കണേ. എന്തായാലും ഇൻഷാ അല്ലാഹ് എന്താ പറയാ ഈ നെഗറ്റീവുള്ള ആളുകളെ പോസിറ്റീവ് ആക്കി എന്ത് വില കൊടുത്ത് ഐഡിയ എടുപ്പിച്ചുകൊണ്ട് അവരെ ഞാൻ അച്ചീവർ ആക്കാനുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ്. എന്തായാലും അടുത്തൊരു 1-2-3 വർഷം കഴിയുമ്പോൾ തന്നെ ഈ ബിസിനസ്സിലെ ഒരു കോടീശ്വരൻ എന്ന പദവി, ഒരു ITC എന്നൊരു പദവി ഞാൻ എന്ത് ചെയ്യും അലങ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അതിന്റെ എല്ലാ ഗോൾസും എല്ലാ മിഷനും 2029 ഞാൻ എന്താവും എന്നുള്ള മിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ ഉള്ളിൽ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മള് എന്താ പറയുക പ്രവർത്തിക്കുള്ളൂ. ഡ്രീംസ് ഉണ്ടെങ്കിലേ നമ്മൾ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യുള്ളൂ ഓടുകയുള്ളൂ. അതുകൊണ്ട് എന്റെ ലീഡേഴ്സ് പറഞ്ഞത്രേ ഉള്ളൂ, ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആ ലക്ഷ്യങ്ങൾ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യങ്ങളെ ഉണ്ടാക്കിയിട്ട് പണിയെടുക്കുക എന്ന നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അടുത്തൊരു വീടിന്റെ പണി നടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കല്യാണം അടുത്ത വർഷം കല്യാണം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 2026 ലാസ്റ്റ് ഒരു സ്ഥലം 10-20 സെന്റ് എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2027 അടുത്തൊരു വെഹിക്കിൾ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എന്താ പറയാ നമ്മളൊരു മിഷനും വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഇത് നേടിയെടുക്കും. ഇപ്പൊ നമ്മൾ നേടിയെടുത്തതൊന്നും ഒരു അച്ചീവ്മെന്റ് അല്ല, ഇതൊക്കെ നമ്മളെ കമ്പനി തരുന്ന ഒരു ബോണസ് ആയിട്ട് മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. കാരണം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോം മുന്നിലുണ്ട്. ശക്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാല് ഇന്ന് നമ്മളുടെ വീട്ടിലോ നാട്ടിലോ കോടീശ്വരനായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാൻ വേണ്ടി പറ്റും. അതിന് ദൈവം തന്നൊരു അവസരമായിട്ട് നമ്മളിത് കാണുക. കാരണം ഇന്ന് എല്ലാവരും വിചാരിക്കും നമുക്കിതൊക്കെ നടക്കുമോ സാറേ, നിങ്ങൾക്കൊക്കെ അല്ലേ നടക്കുള്ളൂ. പക്ഷെ അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇത് ഏത് വ്യക്തിക്കും ഏതൊരു സാധാരണക്കാരനും ഇവിടെ നമ്മൾ ആരും ജനിച്ചു വീഴുമ്പോ തന്നെ ഒരിക്കലും ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ആരും വരരുത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരും. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മളെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൽ വിജയിച്ചു എന്ന് പറയുന്നത്. ആ സ്കില്ല് ഇംപ്രൂവ് ആക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളെ ലീഡേഴ്സ് എന്ത് ചെയ്ത് നമുക്ക് തരും. അതിന് മീറ്റിംഗ് ആണെങ്കിലോ പ്രോഗ്രാം ആണെങ്കിലോ ട്രെയിനിങ് ആണെങ്കിലോ നമ്മളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ലീഡേഴ്സ് നമ്മളെ എന്താ പറയാ വീട്ടിലെ അമ്മേനെ അച്ഛന്റെയും കാട്ടിലും സ്നേഹം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അപ്ലൈ ലീഡർമാർ തരും. കാരണം എന്താ, അപ്ലൈ ലീഡർമാർക്ക് അവരുടെ വിജയം മാത്രമല്ല അവർ നോക്കുന്നത്, കൂടെ വന്ന ആളുകളെ കൂടപ്പറപ്പിനെ പോലെ കണ്ട് അവരെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക കൂട്ടമായിട്ടൂടെ വിജയിക്കുക. അതിനാണ് നമ്മൾ ഈ ബിസിനസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പറയും ഇത് ടീം വർക്ക് ബിസിനസ് ആണ്. ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായി ടീം വർക്ക് ആണെന്ന്. കാരണം ഞാൻ ഒരിക്കലും ഒരു സമയത്ത് പനിച്ച് വീട്ടില് ഒരാഴ്ചയോളം കടന്ന സമയത്ത് എനിക്ക് ബിസിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാല് ഈ ബിസിനസ് ടീം വർക്കാ. കാരണം അന്ന് ഒരാഴ്ച 22,000 വരുമാനം ഈ ബിസിനസ്സിലൂടെ ഞാൻ പനിച്ച് കിടന്ന സമയത്തും എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് അല്ലാതെ വേറെ ഒരു ബിസിനസ്സിലേക്ക് നേടാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പൊ വേറെ ഏതെങ്കിലും ജോലിക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്റെ പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അവിടെ വരുമാനമല്ല. പക്ഷെ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ അവസരത്തിലേക്ക് വന്നത് കൊണ്ട് ഞാൻ അന്ന്
പനിച്ച് കിടന്ന് വീട്ടിൽ കിടന്ന സമയത്തും ഗ്ലൂക്കോസ് കയറ്റി കിടന്ന സമയത്തും എനിക്ക് 10 റുപ്യ ഉണ്ടാക്കാൻ എന്നെ സഹായിച്ച ഒരു കമ്പനിയുടെ പേരാണ് മൈലേശ്വർ കമ്പനി. അപ്പൊ ആ കമ്പനിക്ക് ഞാൻ എത്രത്തോളം സ്നേഹം കൊടുക്കണം. കാരണം നമ്മളെ കഷ്ടപ്പാടിന്റെ സമയത്ത് 10 രൂപ പോലും ആരും കൊണ്ടുവരാത്ത സമയത്ത് ഇതിലൊരു പാസീവ് ഇൻകം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് ശക്തമായി എഫോർട്ട് എടുത്തതിന്റെ ഭാഗമായിട്ട് 4 ടീമിനെ കൊണ്ടുവന്ന സമയത്ത് ആ 4 ടീമിലൂടെ കുറച്ച് ടേൺ ഓവർ വന്ന സമയത്ത് 10 റുപ്യ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ മിഞ്ഞാന്ന് നമ്മള് ശ്രീജി സാറ് ട്രെയിനിങ്ങിന്റെ സമയത്ത് ശ്രീജി സാറ് അദ്ദേഹത്തിന്റെ സ്ലൈഡ് കാണിച്ചിരുന്നു. ശ്രീജി സാർ എന്ന് പറഞ്ഞാൽ ഇന്ന് GTC റാങ്കിൽ നിൽക്കുന്ന ശ്രീജി സാറ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷങ്ങളോളം ആഴ്ചയിൽ 2,10,000 കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച പോലും മുടങ്ങാതെ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മീറ്റിംഗിൽ കാണിച്ച സമയത്ത് നമ്മളൊക്കെ രോമങ്ങൾ പൊന്തെന്ന് പറയില്ലേ, ആ രീതിയിലാണ് രോമം പൊന്തിയത്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ 10 ID നമ്പർ തന്നെയാണ് എനിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ. അദ്ദേഹം എടുത്ത പണി എന്താണോ ആ പണി നമ്മൾ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 2,10 ഞമ്മക്കും എല്ലാവർക്കും എന്ത് ചെയ്യാം വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കോൺഫിഡന്റ് കിട്ടി. എന്റെ ലക്ഷ്യം ഒരു 1, 2, 3 വർഷം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ഈ 2,10,000 എന്നുള്ള വരുമാനം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച എന്നല്ല, കണ്ടിന്യൂസ്. അപ്പൊ അതിന് എന്താണോ വേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നില്ല ലീഡേഴ്സിനോട് ചോദിച്ച് അതിന്റെ എല്ലാ ടാർഗറ്റും സെറ്റ് ആക്കിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനം. കാരണം ഈ ബിസിനസ്സിൽ വരുമ്പോഴേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് ഗോൾസ് ഉണ്ടാവുള്ളൂ. കാരണം തുടക്ക സമയത്ത് നമുക്കൊരു 10,000 കിട്ടിയാൽ മതി എന്നുള്ള തുടക്കമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മളെ റാങ്കുകളൊക്കെ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഗ്രഹങ്ങൾ കൂടും, സ്വപ്നങ്ങൾ കൂടും. ഈ ലക്ഷങ്ങൾ എന്നില്ല, ചിലപ്പോൾ കോടികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആഗ്രഹങ്ങൾ എത്തും. അങ്ങനെ ആ കോടികളിൽ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചെറിയ നമ്മളെ കമ്പനി ശരിക്കും കമ്പനി പറയും കൊടുക്കണ ഈ 2,10,000 എന്ന് പറഞ്ഞ എക്ലെയർ ആണ്. ഇത് വീക്കിലി ഇൻകാണ്. ഈ 2,10,000 എന്നുള്ള ഈ വീക്കിലി ഇൻകത്തിന് പുറമെ കമ്പനി 8-9 എന്ത് ചെയ്യുന്നുണ്ട്, മാസ വരുമാനങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ടും കമ്പനി പുതിയ ഇൻകം കൊടുത്തിട്ടുണ്ട്. TDF എന്ന് പറയും, ആഴ്ചയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞാല് ദൈവം സഹായിച്ച ഒരു 10-20 ലക്ഷം റുപ്യക്ക് വരുമാനം കമ്പനിയിലൂടെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ കമ്പനി തിരിച്ചൊരു 7 ലക്ഷം റുപ്യ റിട്ടേൺ തരേണ്ട ടീം ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ സംഭവം ഒക്കെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളല്ല, കമ്പനി ഇതിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വാരിക്കോരി തരാൻ കമ്പനി തയ്യാറാണ്. നമ്മളെല്ലാവരും തയ്യാറാവണം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചത്. കാരണം അത്രയും ബോണസുകൾ TDF ആണെങ്കിലും പെർഫോമൻസ് ബോണസ് ആണെങ്കിലും പെർഫോം ചെയ്യണ ഏതൊരു വ്യക്തിക്കും കമ്പനി ഇപ്പോൾ ബോണസുകൾ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ STC ലെവലിൽ ബോണസ് അടിച്ച സമയത്ത് 11,000 റുപ്യ ബോണസ് കിട്ടി. കാരണം എല്ലാ മാസം ചിലപ്പോൾ അതിനെ കിട്ടണമെന്നില്ല. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ബോണസ് എന്ത് ചെയ്യും, കമ്പനി തരും. അപ്പൊ അതുകൊണ്ട് ലീഡേഴ്സ് ഇന്ന് നമ്മളെ പോലുള്ള ഏതൊരു വ്യക്തിയും ഇന്ന് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ന് മറ്റുള്ള ട്രഡീഷണൽ ബിസിനസിനെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് ലോകത്ത് പണം സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ ഡയറക്ട് സെല്ലിംഗ് മൈലേജ് സെൽ അവസരം. അതുകൊണ്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുക. ഇന്ന് ഏതൊരു ട്രഡീഷണൽ ആളുകൾ ചെയ്യുന്നതും ഇന്ന് നമ്മളെ മൈലേജ് സെൽ ചെയ്യണത് 4 കാര്യമാണ്. 4RS എന്ന് പറയും, എല്ലാവർക്കും അറിയാം. എന്ത് ഒരു കാറിന് 4 ടയർ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് എന്തുള്ളൂ, വിജയിക്കാൻ പറ്റുള്ളൂ. ഒന്ന് റീറ്റെയില്, കച്ചവടം നല്ലോണം ചെയ്യണം. കച്ചവടം നല്ലോണം ചെയ്തെങ്കിൽ എന്തേ ഉള്ളൂ, നല്ലോണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ റിക്രൂട്ട്മെന്റ്, ഈ ബിസിനസ്സിലേക്ക് ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവസരങ്ങൾ കൈമാറുമ്പോഴാണ്, നെറ്റ്വർക്കുകൾ പല ഏരിയകളും ഡെവലപ്പ് ആവുമ്പോഴാണ് നമ്മളെ വരുമാന സാധ്യത എന്ത് ചെയ്യാം, വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ റീപർച്ചേസ്, നമ്മൾ സാധനം വാങ്ങി ഒറ്റവട്ടം വാങ്ങി വീട്ടിൽ വെക്കുന്നതിലുപരി നമ്മളെ ഷോപ്പ് നമ്മളെ ഫീഡാക്കുക. കാരണം റീപർച്ചേസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എല്ലാവരും എപ്പോഴും മൈൻഡിൽ വെക്കുക. കാരണം എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ സാധനം വാങ്ങുക എന്നതിലുപരി നമ്മളെ വീട്ടിൽ എത്രയാണോ സ്റ്റോക്ക് ഉള്ളത് ആ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് അടുത്ത സ്റ്റോക്ക് വീണ്ടും എന്ത് ചെയ്യുക, റീസ്റ്റോക്ക് ചെയ്ത് നമ്മളെ വീടൊരു ഷോപ്പ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. ഇപ്പൊ നമ്മളൊരു ബേക്കറി കടയിൽ പോയി കഴിഞ്ഞാല് എല്ലാ മിച്ചറും എല്ലാ സാധനങ്ങളും കഴിഞ്ഞതിന് ശേഷമല്ല ഇവര് നിറയ്ക്കണത്. ഇവര് സാധനം കഴിഞ്ഞ് പകുതി ആകുമ്പോഴത്തേന് സാധനം എന്തുണ്ട്, റീസ്റ്റോക്ക് ചെയ്യണ്ട്. കാരണം നമ്മൾ ചെയ്യണ ബിസിനസ് ആണ്. കാരണം ഷോപ്പിൽ ആളുകൾ ചെയ്യണ അതേ കൺസെപ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ നമ്മളെ കയ്യിൽ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ വീണ്ടും സാധനങ്ങൾ വാങ്ങി അത് റീസ്റ്റോക്ക് ചെയ്ത് റീപർച്ചേസ് ചെയ്ത് നമ്മളെ സ്റ്റോക്ക് എന്ത് ചെയ്യുക, നിലവിൽ വെക്കുക. കാരണം ഏത് സമയത്തും കസ്റ്റമേഴ്സ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ചോദിക്കുന്ന സമയത്ത് സാധനം കയ്യിലുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും.
പെട്ടെന്ന് ഒരാൾ ഒരു പേസ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ പേസ്റ്റ് ഇവിടെ അല്ല, നമുക്ക് മഞ്ചേരി പോകണം, എടപ്പാൾ പോകണം, കണ്ണൂർ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ നമ്മളെ പേസ്റ്റ് കൊണ്ടല്ലോ, ചിലപ്പോൾ വേറെ കടയിൽ പോയിട്ട് എന്ത് ചെയ്യും, പേസ്റ്റ് വാങ്ങും. അപ്പൊ സ്പോട്ടിൽ സാധനങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നമ്മൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക, റീപർച്ചേസ് നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ റീറ്റെയിൽ, ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് റീറ്റെയിൽ. കാരണം ഇപ്പൊ ആർക്കും ബിസിനസ് എന്ത് ചെയ്യാം, തുടങ്ങാൻ പറ്റും. പക്ഷെ ബിസിനസ് തുടങ്ങിയത് കൊണ്ട് കാര്യമില്ല. ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് എല്ലാ വ്യക്തികളും ഇവിടെ തുടങ്ങുക. പക്ഷെ അവർക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ പോലുള്ള എല്ലാ ലീഡേഴ്സും ചെയ്തു കൊടുക്കാൻ ഒന്നുമില്ല, മാക്സിമം പ്രോഗ്രാമുകൾ. കാരണം ഇപ്പൊ എല്ലാ ഏരിയയിലും GTSകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ഏരിയയിൽ നിലമ്പൂർ GTS വന്നിട്ടുണ്ട്, അതുപോലെ മലപ്പുറം കമ്പനി GTS ഉണ്ട്, എടപ്പാൾ GTS ഉണ്ട്. അങ്ങനെ പല ഏരിയകളിലും മലപ്പുറം ജില്ലയിൽ പല മുക്കിലും മൂലകളിലും GTSകൾ ഉണ്ട്, മറ്റുള്ള ജില്ലകളിലും കമ്പനി GTSകൾ ഉണ്ട്. ഈ GTSകളിൽ പുതിയ പുതിയ ആളുകളെ കയറ്റി അവർക്ക് ഈ ബിസിനസ് എന്താണെന്നും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളതും വിജയിച്ച ആളുകളെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ GTS എന്ന പ്രോഗ്രാമിൽ പറ്റുള്ളൂ. അപ്പൊ ചില സാധാരണക്കാർ വിചാരിക്കും, സാറേ വീട്ടിൽ ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ല, ഞാൻ എങ്ങനെ ഈ ബിസിനസ് വിജയിക്കാതെ? കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, വിജയിക്കണം എന്നാഗ്രഹം, പണിയെടുക്കണം എന്നൊരാഗ്രഹം. അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിയർ ലീഡേഴ്സ്, നിങ്ങൾ ആർക്കും വിജയിക്കാം. കാരണം ഇന്ന് നമ്മളെ അപ്ലൈ ലീഡർമാരൊക്കെ സംബന്ധിച്ചിടത്തോളം കള്ള് ചെത്ത് തൊഴിലാളി വരെ ഇന്ന് ഈ ബിസിനസ്സിൽ 2,10,000 വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിന് കഴിവുണ്ടോ, കപ്പാസിറ്റി ഉണ്ടോ എന്ന് കമ്പനി നോക്കിയിട്ടില്ല. അദ്ദേഹം 4ാം ക്ലാസ് പോയിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ ബിസിനസ് അവസരം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിനേക്കാൾ കഴിവില്ല ആളുകൾക്ക് എന്ത് ചെയ്തു, ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തി കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ അപ്പുറം കച്ചവടം നടന്ന് എന്ത് ചെയ്തു, ഇന്ന് കോടികൾ ടേൺ ഓവർ ഉണ്ടാക്കി 2,10,000 വരുമാനം വാങ്ങി 10-30 ലക്ഷം റുപ്യന്റെ വണ്ടി എടുത്ത് അപ്കമിങ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മളെ SIT ടീമിൽ, നമ്മളെ പ്രമോദ് സാറ്. എല്ലാവർക്കും അറിയാം, കള്ള് ചെത്ത് തൊഴിലാളിയാണ്. ഒരു ദിവസം 500 റുപ്യക്ക് പണിയെടുക്കാൻ പോയ സമയത്ത് ഇന്ന് ആഴ്ച വരുമാനം 2,10,000 അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിസിനസിന്റെ വലിപ്പമല്ല നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ തൊഴിലുറപ്പിന് പോയ ലേഡി ഉണ്ട്, അതുപോലെ വീട്ടമ്മ, പിന്നെ കാർ വാഷിങ്ങിന് പോയ ആളുകളെ, പെയിന്റിംഗ് പണിക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ, എത്ര സാധാരണക്കാരായ ആളുകൾക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് നമ്മൾ ഇത്ര വിചാരിച്ചാൽ മതി, ഏത് സാധാരണക്കാരും ഇതിൽ വന്ന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന തീരുമാനം അവർക്കുണ്ടാണ് ആഗ്രഹമാണ് ഇതിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാം. അതിന്റെ പ്ലാറ്റ്ഫോം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരേപോലെയാണ് കിട്ടിയത്. എനിക്കും ഒരേ പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്കും ഒരേ പ്രൊഡക്റ്റ് ആണ്, ഒരേ ഐഡിയ ആണ്, ഒരേ കമ്പനി, എല്ലാം സെയിം ആണ്. പക്ഷെ നമ്മളെ പ്രവർത്തന രീതി മാറ്റുക. വിജയിച്ച ലീഡേഴ്സ് എന്താണോ ചെയ്തത് അത് നമ്മൾ ഫോളോ ചെയ്യുക. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ അപ്ലൈ ലീഡർമാര്, എന്റെ അപ്ലൈനാണ് വസീം എന്ന അപ്ലൈ ലീഡറാണ് മുഫീസ് NTC ആണ്. കേരളത്തിലെ നെക്സസ് എന്ന പ്രോഗ്രാമില് നമ്പർ 1 NTC ആയ ലീഡറാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് എന്താണോ ചെയ്തത്, അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഫോളോ ചെയ്യണത്. അപ്പൊ നമ്മളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയല്ല അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നേ. നമ്മൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളും നമ്മളെ ലീഡർമാരെന്ത് ചെയ്യില്ല, നമ്മളെ കുണ്ടിൽ പോയി ചാടിക്കില്ല. കാരണം അവര് പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടായ അനുഭവങ്ങള്, അവർക്കുണ്ടായ തെറ്റുകൾ തിരുത്തി അതിനെ മുന്നോട്ട് പോയാലേ വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ മനസ്സിലായപ്പോ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം സഹായിച്ച് ഇന്ന് ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓരോ റാങ്കുകളും വരുമാനങ്ങളൊക്കെ കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോ ഞാൻ നിങ്ങളോട് ഇത്ര പറഞ്ഞോളൂ, വന്ന ആളുകളെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം GTSകളും FSSകളും കമ്പനിയുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങളൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നോളജ് നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ബിസിനസ്സിൽ നോളജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, 4 ആളോട് സ്വന്തമായിട്ട് സംസാരിച്ച് നമുക്ക് സ്വന്തമായിട്ട് റിക്രൂട്ട്മെന്റ് എടുത്ത് സ്വന്തമായിട്ട് വരുമാനം നേടിയെടുക്കാൻ വേണ്ടി പറ്റുക. എപ്പോഴും ചിലപ്പോ നമ്മൾ അപ്ലൈ ലീഡർമാർ ചിലപ്പോൾ നമ്മളൊപ്പം ഉണ്ടാകണമെന്നില്ല, പക്ഷെ എല്ലാ ലീഡേഴ്സും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവും. പക്ഷെ കൂടുതൽ കാര്യങ്ങള് നമ്മൾ സ്വയമേ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയോടും, ഏതൊരു പോലീസുകാരനോടും, ഏതൊരു പട്ടാളക്കാരനോടും നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യപൂർവ്വം നമുക്ക് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മള് സ്വയം ഒരു ലീഡർ ആയി കഴിഞ്ഞാല് നാളെ നമ്മൾ വിചാരിക്കണേക്കാട്ടും ലെവലില് ഫാസ്റ്റിംഗ് ഗ്രോത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓരോരുത്തർക്കും പോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ടാങ്കിലുള്ളതേ പൈപ്പിൽ വരുള്ളൂ. ടാങ്കിലേക്ക് മാക്സിമം കാര്യങ്ങൾ നമ്മൾ അടിച്ചു കയറ്റുക, മാക്സിമം GTSകൾ അറ്റൻഡ് ചെയ്യുക, പ്രൊഡക്റ്റ് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കമ്പനിന്റെ ഇപ്പോഴത്തെ നമ്മൾ അഗ്രോ പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഞാനിപ്പോ ഇന്നലെ
ഇന്നലെ 2.5 ലക്ഷം റുപ്യന്റെ ഒരു അഗ്രോ പ്രൊഡക്റ്റിന്റെ ഓർഡർ കിട്ടി, പൈസ കയ്യിൽ കിട്ടി ഇന്നലെ. കാരണം നമ്മൾ ഓൾറെഡി വേറെ ഏരിയയിൽ പോയി കൃഷി ചെയ്ത് റിസൾട്ട് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നാട്ടിൽ നിലമ്പൂര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാധനം കൊടുത്ത് 2.5 ലക്ഷം റുപ്യ ഇന്നലെ എന്ത് ചെയ്തൊരു വ്യക്തി കയ്യിൽ തന്നു. കാരണം ഇപ്പൊ നമ്മൾ ബിസിനസ്സിലേക്ക് 5000-10,000 ആളുകൾ കൊണ്ടുവരുള്ളൂ. പക്ഷെ നമ്മൾ ഇടിപ്പിച്ചതല്ല, അദ്ദേഹം നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞതാ, സാറേ ആ സാധനം ഇങ്ങോട്ട് കാട്ടി കവുങ്ങിനടിക്കണം വാഴക്കടിക്കണം എന്ന് പറഞ്ഞ് സാധനം നമ്മളെ കയ്യിൽ നിന്ന്. എന്നിട്ട് കേരളത്തിൽ ഇന്നലെ മഞ്ചേരി വിളിച്ചു, മഞ്ചേരി സാധനമല്ല, എടപ്പാട് സാധനമല്ല, പിന്നെ കണ്ണൂർ സാധനമല്ല, കർണാടകയിലേക്ക് ഇന്ന് പോവാണ്. കാരണം സാധനം എടുക്കാൻ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്രേ, നമുക്ക് അത്രയും വലിയ അവസരം മുന്നിലുണ്ട്. അഗ്രോന്റെ ആണെങ്കിലും എല്ലാത്തിന്റെയാണ്, വെൽനസിന്റെ എല്ലാത്തിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മളെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നോ ആ രീതിയിലാണ് നമ്മളെ സക്സസ്. നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഉപയോഗപ്പെടുത്തുന്ന 100 കണക്കിന് ആളുകൾ അപ്പുറത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ മാത്രമല്ല ബിസിനസ് ചെയ്യേണ്ടത്, 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കുടുംബം രക്ഷപ്പെടും, നമ്മളെ നാട് രക്ഷപ്പെടും, നമ്മളെ ടീം രക്ഷപ്പെടും എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കുക. എല്ലാ ആളുകൾക്കും വലിയ വലിയ വിജയങ്ങൾ ഈ ബിസിനസ്സിലൂടെ സർവശക്തം നേടിത്തരട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് 2025 അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച റാങ്കും, നിങ്ങൾ ആഗ്രഹിച്ച വരുമാനം, നിങ്ങൾ ആഗ്രഹിച്ച കാറും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകൾക്കും നിങ്ങളുടെ ഓരോ വിജയത്തിലും എന്നെയും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മലേശ്വർ മാർക്കറ്റിംഗ്. താങ്ക് യു സോ മച്ച്.